നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ. വൻ കുതിച്ചുചാട്ടത്തിന് വിഴിഞ്ഞം തുറമുഖം. അദാനി പോർട്ടുമായി കൈകോർക്കാൻ ആഗോള കപ്പൽ കമ്പനി. 49% ഓഹരിക്കായി MSC നിക്ഷേപിക്കുന്നത് 13,000 കോടി. തുറമുഖത്തിന്റെ ശേഷി 16 നിന്ന് 57 ലക്ഷം TEU ആയി ഉയരും. സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രധാനാധ്യാപക നിയമനം. കേറ്ററ്റ് യോഗ്യത ഇല്ലാത്തവർ പട്ടികയിൽ യോഗ്യത പരിശോധിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം അധ്യാപകർ. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം പാസാക്കി നിയമസഭ. BJPയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളി. പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന പ്രമേയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ലോക്ഭവനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തും. മുഖ്യമന്ത്രി പങ്കെടുക്കും. കയ്യാങ്കളിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർമാർക്കെതിരെ കേസ്. വനിതാ അംഗങ്ങളുടെ പരാതിയിൽ നടപടി. വനിതകളെ തടഞ്ഞുവെച്ചുവെന്നും മർദ്ദിച്ചുവെന്നും FIR. ഓപ്പറേഷൻ തൂഫാൻ യോഗത്തിലെ പ്രതിനിധി ബാറിൽ അറസ്റ്റിൽ. മദ്യപിച്ച് സംഘർഷമുണ്ടാക്കിയതിനെ തുടർന്ന് അകത്തായത് എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി ഷിബു. കെ സുധാകരൻ MP വിളിച്ച യോഗത്തെക്കുറിച്ച് അറിവില്ലെന്ന് DCC. ന്യൂസ് 18 കേരളം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ AD 2026 തിരുവനന്തപുരത്ത് തുടക്കം. ലഹരിക്കടത്തിന്റെ വേരറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാനിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും ആഭ്യന്തരമന്ത്രി. ന്യൂസ് 18 ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ പറയുന്നു, ഈ ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് തന്നെ പോകും. സ്വകാര്യ ബസ് സമരം തടയാൻ സർക്കാരിന്റെ അനുനയ നീക്കം. ഗതാഗത മന്ത്രി വിളിച്ച ചർച്ച ഇന്ന്. പ്രിയദർശിനി സർവീസിനെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയെന്ന് ഉടമകൾ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വാഹനാപകടങ്ങൾ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സ്കൂൾ ബസ് ഇടിച്ച് വയോധികന് ഗുരുതര പരിക്ക്. എടവണ്ണ കൊയിലാണ്ടി പാതയിൽ പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ച് മലപ്പുറത്ത് 2 ബൈക്ക് യാത്രക്കാർക്ക് പരിക്ക്. +2 പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉറപ്പാക്കാൻ സർക്കാർ. വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി. വാഹന മോഡിഫിക്കേഷൻ കേന്ദ്ര നിയമാവലി അനുസരിച്ച് മാത്രമെന്ന് CP ജോൺ. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ ഇന്നുകൂടി. വിവരങ്ങൾ നൽകേണ്ടത് ഓൺലൈനായി. സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം പേരും വിവരങ്ങൾ സമർപ്പിച്ചില്ലെന്ന് കണക്കുകൾ. പശ്ചിമേഷ്യൻ ചർച്ചകൾ വീണ്ടും വഴിമുട്ടുന്നു. ദോഹയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന ട്രംപിന്റെ വാദം ഇറാൻ തള്ളി. ചർച്ചയ്ക്കായി US പ്രതിനിധികൾ ഖത്തറിലേക്ക് തിരിച്ചെന്ന് ട്രംപ്. ഹോർമുസിൽ മൈനുകൾ നീക്കം ചെയ്യാൻ ഫ്രാൻസിന്റെ യുദ്ധക്കപ്പൽ ചെങ്കടലിൽ. പ്രകോപിപ്പിക്കരുതെന്ന് ഇറാൻ. നോക്കൌട്ടിൽ വമ്പന്മാർക്ക് കാലിടറുന്നു. ജർമ്മനിയും നെതർലൻഡ്സും പ്രീ ക്വാർട്ടർ കാണാതെ പുറത്ത്. പരാജയം പെനൽറ്റി ഷൂട്ടൌട്ടിൽ. ജപ്പാന്റെ വെല്ലുവിളി മറികടന്ന് ബ്രസീൽ. ഫ്രാൻസ് ഇന്ന് സ്വീഡനെ നേരിടും. മാനദണ്ഡങ്ങൾ ലംഘിച്ച് അധ്യാപക നിയമനം. കേറ്ററ്റ് യോഗ്യത ഇല്ലാത്തവരാണ് ഹൈസ്കൂൾ പ്രഥമ അധ്യാപക പട്ടികയിൽ ഉൾപ്പെട്ടത്. സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ടായിരുന്നു നിയമനം. ഗസറ്റ് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന അധ്യാപകരുടെ കേറ്ററ്റ് യോഗ്യത പരിശോധിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം അധ്യാപകരും രംഗത്തെത്തി. കഴിഞ്ഞ 27-ാം തീയതി ഇറങ്ങിയിരിക്കുന്ന ഗസറ്റ് വിജ്ഞാപനത്തിലാണ് 335 അധ്യാപകരുടെ പ്രഥമ അധ്യാപകരായി അവരെ നിയോഗിച്ചുകൊണ്ടുള്ള ഗസറ്റ് വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 335 പേരിൽ അധികം ആളുകൾക്കും കേറ്ററ്റ് കാറ്റഗറി 3 യോഗ്യതയില്ല. ഈ യോഗ്യത ഉള്ളവരെ മാത്രമേ പ്രഥമ അധ്യാപകരുടെ പട്ടികയിലേക്ക് പരിഗണിക്കാവൂ എന്ന കർശനമായ നിർദ്ദേശം സുപ്രീം കോടതി നേരത്തെ നൽകിയിട്ടുള്ളതാണ്. ആ നിർദ്ദേശം നിലനിൽക്കുന്നതിനിടയിലാണ്
അത് കാറ്റിൽ പറത്തിക്കൊണ്ട് കേട്ടറ്റ് യോഗ്യത ഇല്ലാത്ത അധ്യാപകരുടെ ഉൾപ്പെടെയുള്ള പട്ടിക പ്രഥമ അധ്യാപകരെ പരിഗണിക്കുന്നതിന് വേണ്ടി ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പുറത്തിറക്കിയിരിക്കുന്നത്. അതിനെതിരെയാണ് വലിയ വിമർശനമുയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന വിധി പ്രസ്താവത്തിൽ വളരെ വ്യക്തമായി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇത്തരത്തിൽ ഈ പ്രഥമ അധ്യാപകരെ നിയോഗിക്കുമ്പോൾ അതിന് നേരത്തെ ഇളവ് നൽകിയിരുന്നത് നെറ്റ്, സെറ്റ്, എംഫിൽ, PhD ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഇളവും ഇനി ബാധകമല്ല. കേട്ടിട്ടുള്ളവർക്ക് മാത്രമേ ഹൈസ്കൂളിൽ പ്രഥമ അധ്യാപകരായി നിയമനം നൽകാൻ പാടുള്ളൂ എന്നാണ് നിലവിൽ ഉള്ള കർശനമായ സുപ്രീം കോടതിയുടെ ഉത്തരവ്. ആ ഉത്തരവ് മറികടന്നുകൊണ്ടാണ് 335 പേരുടെ പ്രഥമ അധ്യാപകരായി നിയോഗിക്കാനുള്ള പട്ടിക പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ പട്ടികയിലെ ബഹുഭൂരിപക്ഷത്തിനും കേട്ടറ്റ് കാറ്റഗറി 3 മാനദണ്ഡം ഇല്ല, അങ്ങനെ ഒരു യോഗ്യത ഇല്ല എന്നാണ് പറയുന്നത്. നിലവിൽ ഒരു സാവകാശം അനുവദിച്ചിരിക്കുന്നത് 3 വർഷത്തേക്ക് നിലവിലുള്ള അധ്യാപകർക്ക് കേട്ടറ്റ് പാസ്സാകുന്നതിന് 3 വർഷത്തെ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ആ ഇളവ് അനുവദിച്ചിരിക്കുന്നത് പോലും അധ്യാപകരായി അവർക്ക് തുടരുന്നതിന് മാത്രമാണ്, അതിനപ്പുറത്തേക്ക് പ്രഥമ അധ്യാപകരായി അവരെ പരിഗണിക്കുന്നതിനല്ല. ഇങ്ങനെ കർശനമായ നിബന്ധനകൾ നിലനിൽക്കുന്നതിനിടയിൽ കേട്ടറ്റിൻ്റെ യോഗ്യതയില്ലാത്ത ഇത്ര അധികം ആളുകളെ എങ്ങനെ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പ്രഥമാധ്യാപകരായി പരിഗണിക്കാൻ കഴിയുമെന്നൊരു ചോദ്യമാണ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിഗണനയിലേക്ക് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊരു വിവാദം ഉരുത്തിരിയുന്ന പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായ വിഷയത്തിൽ ചില ചർച്ചകളിലേക്ക് കടക്കുമെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതി വിധി ഇങ്ങനെ നിലനിൽക്കുന്നതിനിടയിൽ പിന്നെ എങ്ങനെ ഇങ്ങനെ ഇത്രയും അധികം ആളുകൾക്ക് വിജ്ഞാപനം നൽകിക്കൊണ്ടുള്ള പട്ടിക പുറത്തിറങ്ങി എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി വരുന്നുണ്ട്. അവിടെ ബോധപൂർവം ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണോ അതോ അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയില്ലാതെ ഈ പട്ടിക തയ്യാറാക്കിയതാണോ എന്നതടക്കമുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് വൻ നിക്ഷേപത്തിന് ആഗോള കപ്പൽ കമ്പനിയായ MSCയുടെ ടെർമിനൽ വിഭാഗമായ TIL വിഴിഞ്ഞം തുറമുഖത്തിൽ 49% ഓഹരി ഏറ്റെടുക്കും. 27,000 കോടി രൂപ മൂല്യമുള്ള പദ്ധതിയിൽ TIL നിക്ഷേപിക്കുന്നത് 13,000 കോടി രൂപയാണ്. ഇതോടെ നിലവിൽ 16 ലക്ഷം TEU ശേഷിയുള്ള തുറമുഖം 57 ലക്ഷം TEUവിലേക്ക് ഉയരും. ഈ പങ്കാളിത്തം വിഴിഞ്ഞം തുറമുഖത്തിലെ ചരക്ക് നീക്ക സ്ഥിരതയും വർധനവും ഉറപ്പാക്കുകയും വളർച്ചയുടെ വേഗത കൂട്ടുകയും ചെയ്യും. മുന്ദ്ര, എന്നൂർ തുറമുഖങ്ങൾക്ക് ശേഷം അദാനി പോർട്ടും MSCയും തമ്മിലുള്ള മൂന്നാമത്തെ വലിയ സഹകരണമാണിത്. സെൻസസിന്റെ ഭാഗമായുള്ള സ്വയം വിവരങ്ങൾ സമർപ്പിക്കലിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. പൊതുജനങ്ങൾക്ക് ഔദ്യോഗിക സെൻസസ് പോർട്ടൽ വഴി ഓൺലൈനായി ഈ വിവരങ്ങൾ സമർപ്പിക്കാൻ സാധിക്കും. അതേസമയം സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം പേരും വിവരങ്ങൾ സമർപ്പിച്ചു. സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കുകയാണ്. ഇതുവരെ ലഭ്യമായ വിവരമനുസരിച്ച് എറണാകുളത്താണ് ഏറ്റവും അധികം സെൽഫ് എന്യൂമറേഷൻ നടന്നിട്ടുള്ളത്. അവിടെ ഒരു 1.25 ലക്ഷത്തോളം പേർ ഇത് ചെയ്തു എന്നാണ് കണക്കുകൾ. രണ്ടാം സ്ഥാനത്തുള്ളത് ഏറ്റവും അധികം ജനങ്ങളുള്ള മലപ്പുറമാണ്. മലപ്പുറത്ത് 80,000 പേർ ഇത് പൂർത്തീകരിച്ചിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്ത് തിരുവനന്തപുരം, നാലാം സ്ഥാനത്ത് തൃശ്ശൂർ. ഈ ഡാറ്റകൾ 24 മണിക്കൂർ മുമ്പുള്ളതാണ്. അതിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നതുകൂടി പറയട്ടെ. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് മലപ്പുറത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 80,000 പേർ മാത്രമാണ് ഇതുവരേക്കും ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത്. അതായത് 80,000 എന്നത് ഒരു ആൾ പൂരിപ്പിച്ച ആളുടെ എണ്ണമാണ് 80,000. ഒരുപക്ഷെ അവർ രേഖപ്പെടുത്തുന്ന അവരുടെ വീട്ടിലെ ആളുടെ എണ്ണം കണക്കാക്കുമ്പോൾ അത് 5-6 ഒക്കെ ഉണ്ടാകും. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു 4-5 ലക്ഷം പേർ മാത്രമാണ്. അതായത് 40 ലക്ഷത്തോളം പേർ നിലവിലുണ്ട് എന്ന് കരുതുന്ന മലപ്പുറത്ത് 4-5 ലക്ഷം പേരുടെ വിവരങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്യൂമറേഷൻ മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 10% പോലും ആകുന്നില്ല, അല്ലെങ്കിൽ 10% മാത്രമേ ആകുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളുടെ സഹകരണം പൂർണ്ണമായിട്ടും ഇതിൽ ലഭിച്ചോ എന്ന ചോദ്യമാണ് ഈ ഡാറ്റകളൊക്കെ തന്നെ ഉയർത്തുന്നത്. ഒരുപക്ഷെ ഈ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ വന്ന സംശയങ്ങൾ അത് ജനങ്ങൾക്ക് ഇപ്പോഴും ദൂരീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണം ഈ എന്യൂമറേഷനോടുള്ള അല്പം പിന്നോട്ട് പോകുന്നതിൻ്റെ ഒരു കാരണമായിട്ട് കാണേണ്ടത്. ഇത് വളരെ ലളിതമാണെന്നും ഇതിൽ അവരുടെ സ്വത്ത് വിവരങ്ങളോ അവരുടെ രഹസ്യ വിവരങ്ങളോ ഒന്നും തന്നെ രേഖപ്പെടുത്തുന്നില്ല, പങ്കുവയ്ക്കുന്നില്ല എന്നുള്ള കാര്യം ഒരുപക്ഷെ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകാനുള്ള ഒരു സാധ്യത കുറഞ്ഞതാകാം എന്യൂമറേഷനിലെ ഈ വലിയ പങ്കാളിത്തമില്ലാത്തതിൻ്റെ ഒരു കാരണമെന്ന് വേണം വിലയിരുത്തുവാൻ. അതുപോലെ തന്നെ ഇത് വളരെ ലളിതമാണ്. ഒരുപക്ഷെ ഇതിൽ ആദ്യം ആ ലൊക്കേഷൻ കണ്ടെത്തി വീട് അടയാളപ്പെടുന്നത് മാത്രമാണ് അല്പം സാങ്കേതികമായിട്ടുള്ള അല്പം ബുദ്ധിമുട്ട് തോന്നിക്കുന്നത്. അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പലരും പിന്മാറിയിട്ടുണ്ടാകാം. എന്തുതന്നെയാണെങ്കിലും എന്യൂമറേഷൻ്റെ സമയപരിധി അവസാനിക്കുമ്പോൾ എല്ലായിടത്തും ഈ ഒരു കണക്ക് പോരാ എന്ന് ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. എന്താണെങ്കിലും അടുത്ത ദിവസം ജനസംഖ്യ വിവരശേഖരണത്തിലെ ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തുമ്പോൾ ഈ ഒരു പ്രതിസന്ധി തീങ്ങും. അവരെ സംബന്ധിച്ച് ഈ എന്യൂമറേഷൻ ഫോം നമ്മൾ സ്വയം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ വിവരങ്ങൾ വളരെ വേഗത്തിൽ അവർക്ക് ശേഖരിക്കാൻ കഴിയും. അത്
അങ്ങനെ അല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇതിൻ്റെ സമയപരിധി അല്ലെങ്കിൽ പ്രയത്നം കൂടുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാണെങ്കിലും സമയപരിധി ഇന്ന് അവസാനിക്കുമ്പോൾ മലപ്പുറത്ത് 80,000-ലേറെ പേരാണ് ഇതുവരെ ഇതുമായി സഹകരിച്ചിട്ടുള്ളത്. വലിയ ജനസംഖ്യയുള്ള ജില്ലയിൽ ജില്ലാ പുനഃക്രമീകരണമൊക്കെ ചർച്ചയായിട്ടിരിക്കെ ഏറ്റവും അധികം ആവശ്യമുയരുന്നത് ജനസംഖ്യയ്ക്കനുസരിച്ച് വിഭവങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ജനസംഖ്യ വിവരശേഖരണം വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ജില്ലയുടെ ഭാവി നിശ്ചയിക്കുന്നത് തന്നെ നിർണായകമായിട്ടുള്ള ഒന്നായിരിക്കും ഈ ജനസംഖ്യാ വിവരശേഖരണം. കൂടുതൽ പേർ ഇനിയുള്ള വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇതുമായി സഹകരിക്കുമെന്ന പ്രതീക്ഷയാണ് അധികൃതരൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. CBI അനുമോദ്, ന്യൂസ് 18. വാക്കൌട്ട് പ്രസംഗത്തിനിടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ രാജനും നേർക്കുനേർ. സ്പീക്കർ ഇടയിൽ കയറി പറയുന്ന കമന്റുകൾ മോശപ്പെട്ട ട്രോൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് കെ രാജൻ പറഞ്ഞു. ചെയറിനെ ചോദ്യം ചെയ്യരുതെന്നായിരുന്നു തിരുവഞ്ചൂരിന്റെ മറുപടി. വാക്കൌട്ട് പ്രസംഗത്തിൽ ചെയറിനെ അപമാനിക്കുന്ന പണി പറ്റില്ല, നടപടിക്രമത്തിൽ നിന്ന് വഴിമാറി പോകരുതെന്നും സ്പീക്കർ പറഞ്ഞു. സാർ, ഞാനൊന്ന് അങ്ങ് പറഞ്ഞ അങ്ങ് ധരിച്ച സമയത്ത് തന്നെയാണ് സാർ ഞാൻ അവസാനിപ്പിക്കുന്നതും പറയുന്നതും. അങ്ങ് ഇടയിൽ കയറി നടത്തുന്ന ചില കമന്റുകൾ വളരെ മോശപ്പെട്ട വിധത്തിലുള്ള നിലപാടുകൾ ഉണ്ടാക്കുന്നുണ്ട്, ട്രോളിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അങ്ങയോട് പറഞ്ഞതാണ്. ഞാൻ നേരത്തെ ശ്രീ രാജൻ, അങ്ങ് വാക്കൌട്ട് പ്രസംഗത്തിനകത്ത് ചെയറിനെ അവമാനിക്കുന്ന ഒരു പണി പറ്റില്ല. അങ്ങക്ക് അങ്ങയുടെ സബ്ജക്റ്റിൽ മാത്രമായി നിൽക്കാം. വാക്കൌട്ട് പ്രസംഗമാണെന്ന് ആലോചിച്ചോണം. ആ വാക്കൌട്ട് പ്രസംഗത്തിൽ ചെയ്യേണ്ട നടപടിക്രമം അങ്ങക്കറിയാം. അതിൽ നിന്ന് അങ്ങ് ഡീവിയേറ്റ് ചെയ്ത് ദയവായി പോകരുത്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയം നിയമസഭ പാസാക്കി. BJPയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളിയാണ് പ്രമേയം പാസാക്കിയത്. ക്രമക്കേടിൽ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കണമെന്നായിരുന്നു വി മുരളീധരന്റെ ആവശ്യം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നുമാണ് പ്രമേയം പറയുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ലോക് ഭവനിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച്. ഇന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ മാർച്ചിൽ പങ്കെടുക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടാണ് സർക്കാർ പ്രമേയമായി ഇന്ന് സഭയിൽ കൊണ്ടുവന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. നീറ്റ് ഉൾപ്പെടെയുള്ള ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷകൾക്കും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകളിലും വലിയ ക്രമക്കേടാണ് നടക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിന്റെ തുടർച്ചയായി നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടക്കുന്നു. നിരവധി വിദ്യാർത്ഥികൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമുണ്ടാകുന്നു. വളരെ ഗൗരവമുള്ള വിഷയമാണ്. എന്നാൽ ഇത് വിഷയം ഉയർന്നു വന്നിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രം തയ്യാറായില്ലെന്നും റോജി എം ജോൺ കുറ്റപ്പെടുത്തി. രാജ്യത്തെ പൊതുപ്രവേശന പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് തന്നെ ഗുരുതരമായ ആഘാതം സൃഷ്ടിച്ചിരിക്കുകയാണ്. പരീക്ഷാ നടത്തിപ്പിലെ ഗുരുതരമായ വീഴ്ചകളും ക്രമക്കേടുകളും പുറത്തു വന്നിട്ടും അവയുടെ ഗൗരവം യഥാസമയം അംഗീകരിക്കാതെ ഫലപ്രദമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കേന്ദ്ര സർക്കാരിന്റെയും ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളുടെയും സമീപനം പ്രതിഷേധാർഹമാണ്. പ്രമേയത്തെ CPM ഉൾപ്പെടെയുള്ള ഇടതുമുന്നണി പൂർണ്ണമായും പിന്തുണച്ചു. ഒരു ഭേദഗതി നിർദ്ദേശം പ്രേംകുമാർ, ഒറ്റപ്പാലം MLA പ്രേംകുമാർ കൊണ്ടുവന്നെങ്കിലും അത് സഭ അംഗീകരിച്ചില്ല. പക്ഷേ പ്രമേയത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് CPM-ഉം ഇടതുമുന്നണിയും സ്വീകരിച്ചത്. എന്നാൽ BJPയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ എതിർപ്പ് ഉയർന്നു. വി മുരളീധരനാണ് പ്രമേയത്തിൽ ഭേദഗതി നിർദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാന ആവശ്യം ക്രമക്കേടുണ്ടായപ്പോൾ നടപടിയെടുത്ത കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കണമെന്ന വാചകം പ്രമേയത്തിൽ കൂട്ടിച്ചേർക്കണമെന്നുള്ളതായിരുന്നു. അതിനെ സഭ അംഗീകരിച്ചില്ല. വലിയ തർക്കം അതുമായി ബന്ധപ്പെട്ട് സഭയിലുണ്ടായി. പരീക്ഷാ നടത്തിപ്പിൽ ഏതാനും ചിലർ വരുത്തിയ വീഴ്ചയിൽ സമയോചിതമായും ഫലപ്രദമായും ഇടപെട്ട കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും ഇടപെടലിനെ ഈ സഭ പ്രശംസിക്കുന്നു. മുരളീധരന്റെ ഭേദഗതി വോട്ടിനിട്ട ശബ്ദ വോട്ടോടുകൂടി സഭ തള്ളി. അങ്ങനെ പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയക്കാനാണ് സഭയുടെ തീരുമാനം. ഇതേ വിഷയത്തിൽ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുത്തുകൊണ്ട് ലോക് ഭവൻ മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. KPCC ആണ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തൊട്ടാകെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ AICC നടത്തുന്ന മാർച്ചുകൾക്ക് ഐക്യദാർഢ്യവുമായാണ് സംസ്ഥാന തലസ്ഥാനത്ത് ലോക് ഭവനിലേക്ക് മാർച്ച് നടത്തുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ ആ മാർച്ചിന് നേതൃത്വം നൽകും. ഫിഷറീസ് മന്ത്രിക്ക് കഴിവുകേടുണ്ടെന്ന് തോന്നലുണ്ടാക്കുന്ന ഇടപെടൽ ഭരണപക്ഷത്ത് നിന്നുണ്ടായെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിൽ നിയമസഭയിൽ ബഹളം. മന്ത്രി വി അബ്ദുൽ ഗഫൂറിനെ പ്രതിപക്ഷ നേതാവ് അപമാനിച്ചെന്നും പരാമർശം പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പരാമർശം വളച്ചൊടിച്ചെന്നും കഴിവുറ്റ നേതാവാണ് അബ്ദുൽ ഗഫൂർ എന്നാണ് അഭിപ്രായമെന്നും പിണറായി വിശദീകരിച്ചു. മത്സ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ റൂൾ 50 നോട്ടീസിനിടെയായിരുന്നു സംഭവം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ തണൽ പദ്ധതി വിശദീകരിക്കാനുള്ള ഷിബു ബേബി ജോണിന്റെ ശ്രമമാണ് വാദപ്രതിവാദത്തിന് ഇടയാക്കിയത്. ട്രോളിംഗ് കാലമായിട്ടും മത്സ്യത്തൊഴിലാളികളുടെ ആനുകൂല്യം വിതരണം ചെയ്യാത്തത് തീരദേശത്ത് ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ റൂൾ 50 നോട്ടീസ്. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി.
തിരുവനന്തപുരം നഗരസഭയിലെ കയ്യാങ്കളിയിൽ BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. UDF വനിതാ കൗൺസിലർമാരുടെ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. ചെമ്പഴന്തി ഉദയൻ, പാപ്പനംകോട് സജി, ഗിരി, രതീഷ് തുടങ്ങിയ കൗൺസിലർമാർക്കെതിരെയാണ് കേസെടുത്തത്. വനിതാ കൗൺസിലർമാരെ തടഞ്ഞുവെച്ചുവെന്നും മർദ്ദിച്ചുവെന്നുമാണ് FIR. കഴിഞ്ഞ ദിവസത്തെ കൗൺസിൽ യോഗത്തിനിടെ BJP UDF കൗൺസിൽ അംഗങ്ങൾ തമ്മിൽ നടന്ന കയ്യേറ്റവും കയ്യാങ്കളിയും വലിയ തരത്തിൽ വിവാദമായി മാറിയിരുന്നു. അതിന് പിന്നാലെയാണ് UDFന്റെ വനിതാ കൗൺസിലർമാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അവിടെ എത്തി മ്യൂസിയം പോലീസ് മൊഴിയെടുത്തതിന് പിന്നാലെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയൻ ഉൾപ്പെടെ പാപ്പനംകോട് സജി, ഗിരി, രതീഷ് ഉൾപ്പെടെയുള്ള കൗൺസിലർമാർക്കെതിരെ കൂടി FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മ്യൂസിയം പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 126 ക്ലോസ് 2, 115 ക്ലോസ് 2, 3 ക്ലോസ് 2 തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം BJP കൗൺസിലർമാരും സമാനമായ തരത്തിൽ UDF അംഗങ്ങൾക്കെതിരെ പരാതി നൽകിയിരുന്നു. പക്ഷേ അതിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ ഒരുപക്ഷെ ഒരു കാലതാമസമുണ്ടായേക്കും. കാരണം ഈ ദൃശ്യങ്ങളടക്കം തെളിവായി പരിഗണിച്ചുകൊണ്ടാണ് ആദ്യ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസ്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ LDF BJP സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മേയർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തുകൊണ്ട് നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സമാനമായ തരത്തിൽ തുടർച്ചയായി ഈ കൗൺസിലും അതല്ലാതെ നഗരസഭാ പരിസരത്തും ഈ മുന്നണിയിൽ എതിർകക്ഷികളിൽപ്പെട്ട കൗൺസിലർമാർ തന്നെ പരസ്പരം തമ്മിലടിക്കുന്നത് പോലീസിനും വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളാണ്. അതിനിടെയാണ് ഇന്നലെ നാടകീയമായ സംഭവങ്ങൾ വീണ്ടും കൗൺസിൽ ഹാളിലുണ്ടായത്. എന്തായാലും നിലവിലെ ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നഗരസഭാ പരിസരത്ത് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കൗൺസിലർമാർ അല്ലാത്ത ആരെയും പ്രതിഷേധിക്കാനായി അകത്തേക്ക് കയറ്റി വിടേണ്ടതില്ല എന്ന നിലപാടിലാണ് മേയർ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധത്തിനുള്ള നീക്കം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ളൊരു നിർദ്ദേശമാണ് മേയർ നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പോലീസിൻ്റെ വിന്യാസം നഗരസഭാ പരിസരത്തെ കവാടത്തിൽ കൂടുതലായി ഉണ്ടാകും. സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള റിലേ സമരവും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് നഗരസഭാ കവാടത്തിൽ. ലഹരിക്കെതിരെ ന്യൂസ് 18. ഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ പ്രസൻസ് ന്യൂസ് 18 കേരളം AD 2026 സമർപ്പിക്കുന്നത് ബ്ലിസ് ഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ, കോട്ടയം, തിരൂർ, തിരുവനന്തപുരം. Co-powered by Reliance Industries Limited. Jewelry partner രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം. സ്പെഷ്യൽ പാർട്ണർ സെയിന്റ് സേവിയർ സ്കൂൾ ഓഫ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ, കുറുപ്പന്തറ, കോട്ടയം. 100% ജീവിത വിജയം നേടാൻ സെന്റ് സേവിയർ സ്കൂൾ ഓഫ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ, കുറുപ്പന്തറ, കോട്ടയം. In association with Poppy, Xylem, KMCT. ലഹരിയുടെ വേരറുക്കാനുള്ള ന്യൂസ് 18 മാധ്യമ ദൗത്യം തുടരുന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല AD 2026 ആൻഡ് ആന്റി ഡ്രഗ്സ് ഇനീഷ്യേറ്റീവിന്റെ പുതിയ പതിപ്പ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കടത്തിന്റെ വേരറുക്കുന്നതുവരെ തൂഫാൻ തുടരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തൂഫാൻ ആരംഭ ശൂരത്വമല്ല, ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ തുടരും. രാജ്യത്തെ ലഹരിക്കടത്തിന്റെ കേന്ദ്രം കേരളമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കാലത്ത് പഞ്ചാബായിരുന്നു മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത്. ഇന്നത് കേരളമാകുന്നു എന്ന ആശങ്ക നമുക്കെല്ലാവർക്കുമുണ്ട്. ആ ആശങ്ക കണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് ലഹരിക്കെതിരെയുള്ള ഒരു വലിയ പോരാട്ടത്തിന് തയ്യാറെടുത്തിരിക്കുന്നത്. ഇന്ന് കേരള പോലീസ് വിശ്രമമില്ലാതെ ഈ പദ്ധതി വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും ആരാണ് മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് എന്ന് കണ്ടെത്തി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി വളരെ സജീവമാണ്. അവരിപ്പോ ഒന്ന് പതുങ്ങിയിരിക്കുകയാണ്. കാരണം ഈ പോലീസ് ഇറങ്ങി ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് അവർ കരുതുന്നത് ഇതൊരാരംഭ ശൂരത്വമാണ്, പിന്നീട് ഉണ്ടാവില്ല എന്ന്. ഞാൻ ഈ സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് പറയുന്നു, ന്യൂസ് 18 ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ പറയുന്നു, ഈ ലഹരി മാഫിയയുടെ വേരറുക്കുന്നത് വരെ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് തന്നെ പോകും. മയക്കുമരുന്ന് ശൃംഖല പൊട്ടിക്കുന്നത് വരെ
ഈ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് തന്നെ പോകും. ഈ മരണത്തിന്റെ വ്യാപാരികളെ നിലയ്ക്ക് നിർത്തുന്നത് വരെ ഓപ്പറേഷൻ തുഫാൻ കേരള പോലീസ് ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ ക്യാമ്പസുകളിലൂടെ ന്യൂസ് 18 നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ 2ാം ഘട്ടത്തിനാണ് തുടക്കമായിരിക്കുന്നത്. ദക്ഷിണ മേഖല IGG സ്പർജൻ കുമാർ, നടൻ സുധീർ കരമന, പ്രിൻസിപ്പൽ ഫാദർ നെൽസൺ വലിയ വീട്ടിൽ, വൈസ് പ്രിൻസിപ്പൽ റജി ലൂക്കോസ് എന്നിവർ പങ്കെടുത്തു. ഗായിക അപർണ രാജീവ്, മെന്റലിസ്റ്റ് അശ്വിൻ, ഗായകൻ ശ്രീറാം, നടി ഉമാ നായർ, സൂഫി ഗായിക അനിത ഷെയ്ഖ്, നടൻ ജിപിൻ ഗോപിനാഥ്, സംരംഭക ശോഭ വിശ്വനാഥ് എന്നിവരും ചടങ്ങുകളുടെ ഭാഗമായി. TG സജിത്തുണ്ട് വിശദാംശങ്ങളുമായി. സജിത്ത്, കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ ഈ ക്യാമ്പയിൻ കേരളമൊട്ടാകെ ഏറ്റെടുത്തതാണ്. ഇത്തവണ ഒരു ഗംഭീരമായ തുടക്കം, അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയുടെ ശക്തമായ വാക്കുകൾ. എങ്ങനെയായിരുന്നു നടന്നത്? ഹരീഷൻ, പരിപാടി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ AD 2026 അതിൻ്റെ 2ാം പതിപ്പ് AD നമ്മൾ ആൻറ്റി ഡ്രഗ് ഇനിഷ്യേറ്റീവിന് വേണ്ടി നമ്മൾ നടത്തുന്ന 2ാമത്തെ ദൗത്യമാണ്. അതാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അതിശക്തമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ന്യൂസ് 8ന്റെ ഈ മാധ്യമ ദൗത്യത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ തൂഫാൻ, സംസ്ഥാന സർക്കാർ നടത്തുന്ന തൂഫാൻ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഈ പരിപാടി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രധാനികളെയെല്ലാം തൂഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി ഈ വേദിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രൗഢഗംഭീരമായ ഒരു വലിയ ദൗത്യം കൂടിയാണ് ഇവിടെ തുടക്കമിടുന്നത്. 2ാം ദൗത്യം ലഹരിക്കെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ക്യാമ്പസുകളിലൂടെ ന്യൂസ് 18 നടത്തുന്ന ഈ മാധ്യമ ദൗത്യത്തിന്റെ 2ാം പതിപ്പിന്റെ തുടക്കമാണ് നടന്നിരിക്കുന്നത്. ഇതാ ഈ വേദിയിലാണ് പ്രൗഢഗംഭീരമായ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന, ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു വേദി ഉണ്ടാവുന്നത്. എന്തായാലും കുട്ടികളുടെ അടക്കം പിന്തുണ ആർജിച്ചുകൊണ്ട് ഈ പരിപാടി പ്രൗഢഗംഭീരമായി വൻ വിജയമായി തന്നെ മാറുകയാണ് ചെയ്തത്. ഈ പരിപാടി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും ന്യൂസ് 8ന്റെ ഈ മാധ്യമ ദൗത്യത്തിന് എല്ലാവിധ പിന്തുണ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരമൊരു ദൗത്യം ഏറ്റെടുത്ത ഈ ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ ന്യൂസ് 8ന് എല്ലാവിധ പിന്തുണയും അഭിനന്ദനവും ഈ വേദിയിൽ പങ്കെടുത്ത എല്ലാവരും ഒന്നിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ്. AD 2026ന്റെ ആദ്യ പതിപ്പാണ് പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ നടക്കുന്നതിന്റെ അവസാനത്തെ നിമിഷത്തിലേക്കാണ് പോകുന്നത്. സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ട്രെയിനുകളും റെയിൽവേ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നയാൾ പിടിയിൽ. പരവൂർ അഭിജിത്താണ് പിടിയിലായത്. യാത്രക്കാരുടെ ലാപ്ടോപ്പ് അടങ്ങിയ ബാഗുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണ്ണാഭരണങ്ങൾ എന്നിവ തന്ത്രപരമായി മോഷ്ടിക്കുന്നതാണ് ഇയാളുടെ രീതി. നീങ്ങി തുടങ്ങുന്ന ട്രെയിനിൽ നിന്നും യാത്രക്കാരുടെ വിലയേറിയ സാധനങ്ങൾ മോഷ്ടിച്ച് രക്ഷപ്പെടുന്നതാണ് പതിവെന്ന് പോലീസ് പറയും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എറണാകുളത്ത് K സുധാകരൻ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തയാൾ ബാറിൽ മദ്യപിച്ച് സംഘർഷമുണ്ടാക്കിയതിന് പിടിയിൽ. മട്ടാഞ്ചേരി സ്വദേശി ഷിബുവാണ് പിടിയിലായത്. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ക്രിമിനൽ കേസ് പ്രതികളെയും ഗുണ്ടാ നേതാക്കളെയും പങ്കെടുപ്പിച്ചാണ് യോഗം ചേർന്നതെന്ന് നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. ഇന്നലെ എറണാകുളം DCC യോഗത്തെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തി. കോൺഗ്രസ് നേതാവ് K സുധാകരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ വിളിച്ചു ചേർത്ത തൂഫാൻ വോളണ്ടിയർ യോഗമാണ് വലിയ വിവാദത്തിലേക്ക് മാറിയിരുന്നു. കാരണം അതിൽ പങ്കെടുത്ത പലർക്കും തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അതിൽ നേരത്തെ ഗുണ്ടാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ കൂടി ഈ വോളണ്ടിയർ ആകാനായിട്ട് വന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. K സുധാകരൻ അതിൽ യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയും അവർക്കുള്ള ചില നിർദ്ദേശങ്ങൾ, വോളണ്ടിയർ ആകാൻ ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശം നൽകാൻ വേണ്ടിയാണ് യോഗം വിളിച്ചു ചേർത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തവരുടെ പശ്ചാത്തലം
പശ്ചാത്തലം, ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ വിമർശനമാണ് ഉയർന്നത്. വലിയ വിവാദത്തിലേക്ക് അത്തരം നടപടികൾ നീങ്ങുകയും ചെയ്തു. ഇതിനെ എറണാകുളം DCC പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തു. കാരണം കെ സുധാകരൻ വിളിച്ചു ചേർത്ത യോഗത്തെക്കുറിച്ച് തങ്ങൾക്കറിയില്ല. തങ്ങളുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ തങ്ങളുടെ പിന്തുണയോ എറണാകുളം DCCയുടെ പിന്തുണയോ അതിനുണ്ടായില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ അതിൽ അതിൽ മുൻനിരയിലുണ്ടായിരുന്ന ഒരാൾ മറ്റൊരു അടിപിടി കേസിൽ പെടുന്നത്. കഴിഞ്ഞ ദിവസം ബാറിലുണ്ടായ അടിപിടിയിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിലെ ഒരു പ്രതിയായി ഈ യോഗത്തിൽ പങ്കെടുത്ത ആൾ മാറിയിരിക്കുന്നു. ഷിബു എന്ന് പറയുന്ന മട്ടാഞ്ചേരി സ്വദേശി ഷിബു ഇത് അവിടെ ബാറിൽ ഒരു വയോധികനെ ഗുരുതരമായ രീതിയിൽ തള്ളി വീഴ്ത്തി തലയ്ക്ക് പരിക്കേൽപ്പിച്ചിരിക്കുന്നു. ഇയാൾക്കെതിരെ വധശ്രമത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്ത തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് ഈ രീതിയിലുള്ളൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ആ യോഗം ഒന്നുകൂടി വിവാദത്തിലേക്ക് കടന്നു വരികയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. യോഗത്തിൽ പങ്കെടുത്തവരുടെ ക്രിമിനൽ പശ്ചാത്തലം ആണ് അവർക്കുള്ളത് എന്ന രീതിയിൽ ഒരു ഭാഗത്ത് വിമർശനം ഉയരുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ആ യോഗത്തിൽ പങ്കെടുത്ത ആൾ, അതിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ആൾ, സംഘാടനത്തിൽ ഉണ്ടായിരുന്നയാൾ, അയാൾ മറ്റൊരു കേസിൽ പ്രതിയാവുന്നത്. അയാൾ വേറെയും കേസുകൾ പ്രതിയാണ് എന്ന് പോലീസ് പറയുന്നു. ഷിബുവിനെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെയും കേസുകൾ പ്രതിയാണ് എന്നതുകൂടി പോലീസ് ഉറപ്പിച്ച് പറയുമ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തവരുടെ ക്രിമിനൽ പശ്ചാത്തലം ഒന്നുകൂടി ഉറപ്പിക്കുന്നു. അത് വിവാദത്തിലേക്ക് വരികയാണ്. എറണാകുളം DCC അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ഇത് വിവാദമായി തുടരും. പ്രത്യേകിച്ച് ലഹരി വിരുദ്ധ പരിപാടികളുമായി UDF സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ വോളണ്ടിയർ ആകാൻ വേണ്ടി വിളിച്ചു വരുത്തിയവർ തന്നെ ഈ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ളവരാണ്, പല കേസുകളിലും പെട്ടിട്ടുള്ളതാണ് എന്ന് പറയുന്നു. തൊട്ടടുത്ത ദിവസം അതിൽ പെട്ടൊരാൾ തന്നെ മറ്റൊരു കേസിൽ പ്രതിയാകുകയും ചെയ്തിരിക്കുകയാണ്. കൊച്ചിയിൽ കെ സുധാകരൻ യോഗം വിളിച്ചതിനെ കുറിച്ച് അറിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാന്റെ ഭാഗമായി നടന്ന യോഗമല്ല, ആഭ്യന്തര വകുപ്പിന് ഇതിനെക്കുറിച്ച് അറിയില്ല. ആര് വിചാരിച്ചാലും തൂഫാൻ അട്ടിമറിക്കാനാവില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ആഭ്യന്തര വകുപ്പ് അങ്ങനെ യോഗം എനിക്കറിയില്ല. ആരുടെ യോഗമാണെന്ന് അറിയില്ല, ആരും വിളിച്ചെന്നും അറിയില്ല. ഓപ്പറേഷൻ തൂഫാൻ യോഗം വിളിക്കുക പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അല്ലാണ്ട് വേറൊരു യോഗം ആരും വിളിക്കില്ല. അതൊക്കെ ഔദ്യോഗികമായി പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അതിനെ ഞങ്ങൾ യോഗം വിളിക്കാറുണ്ട്. ഈ യോഗത്തെ പറ്റി എനിക്കറിയില്ല, ആര് വിളിച്ചു അറിയില്ല, ആര് പങ്കെടുത്തു അറിയില്ല. അതുപോലെ ഏതായാലും ആ യോഗമൊന്നും ഓപ്പറേഷൻ തൂഫാന് തലയിൽ കെട്ടിവെക്കേണ്ട. ഓപ്പറേഷൻ തൂഫാനെ തകർക്കാൻ ആര് വിചാരിച്ചാൽ നടക്കില്ല. ഞങ്ങൾ ശക്തമായിട്ട് പറയുന്നത്. കേരള സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിലിനെ മാറ്റിയതിൽ വിവാദം. വൈസ് ചാൻസലറാണ് ഹൈക്കോടതിയിലെ അഭിഭാഷകനെ മാറ്റിയത്. സിൻഡിക്കേറ്റ് അറിയാതെ മാറ്റിയെന്നാണ് ആരോപണം. മോഹൻ കുന്നുമ്മലിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷക ഗിരിജ ഗോപാലിനെയാണ് നിയമിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഭരണകാലത്തെ സ്വർണ്ണക്കടത്തിൽ പുതിയ കേസ് എടുക്കണോ എന്നതിൽ SIT തീരുമാനം ഉടൻ ഉണ്ടായേക്കും. നിലവിൽ 2019 സ്വർണ്ണക്കടത്തിലെ കേസിനൊപ്പം അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചാൽ മതിയെന്നാണ് അഭിപ്രായം. പുതിയ കേസെടുത്താൽ കുറ്റപത്രം വൈകുമെന്നാണ് വിലയിരുത്തൽ. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെതിരെ അതിനോടൊപ്പം തന്നെ ബോർഡിൽ ഉൾപ്പെട്ടവർക്കെതിരെയുള്ള കേസെടുക്കാനുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിൽ ഇവർ പ്രതികളാണ് എന്നത് SIT ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അപ്പോൾ അത് പുതിയ FIR ഇടണമോ അതോ പഴയ കേസിൻ്റെ കുറ്റപത്രത്തിൻ്റെ അതിലൊരു അധിക കുറ്റപത്രമായി സമർപ്പിക്കണമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. നിലവിൽ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുക എന്നതാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം. ഇതിൽ മറ്റ് അലംഭാവമോ അല്ലെങ്കിൽ ഇതിൽ ഒരു വൈകൽ നടപടികളൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. വളരെ പെട്ടെന്ന് തീരുമാനങ്ങളിലേക്ക് പോകണമെന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ്. അതുകൊണ്ട് ഇനി പുതിയ FIR വന്ന പിന്നെ മറ്റ് അന്വേഷണങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വീണ്ടും വിമർശനം ഉയരാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ഇതിൽ കുറെ കൂടി സമയം ആവശ്യപ്പെടാനുള്ള ഒരു നീക്കമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉയരും. അതുകൊണ്ട് വളരെ സത്വരമായ ഇടപെടലുകളാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനുവേണ്ടി നിയമവിദഗ്ധരും അന്വേഷണ സംഘത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായുള്ള കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. അതിൽ അധിക കുറ്റപത്രം നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന രീതിയിലേക്ക് ഒരു നിർദ്ദേശത്തിലേക്ക് കടക്കുന്നുണ്ട്. കാരണം വളരെ പെട്ടെന്ന് നടപടികൾ അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിരീക്ഷണത്തിലുള്ള അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്ന 9 പേരുടെ പേരുകൾ കൂടി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള തെളിവുകൾ കൂടി കണ്ടെത്തേണ്ടി വരും. അവർക്ക് നിലവിൽ ഇവർ സംശയിക്കപ്പെടുന്ന
സാഹചര്യത്തിലാണ്. ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേതെങ്കിലും രീതിയിലുള്ള തെളിവുകളുണ്ടെങ്കിൽ അത് ഉടൻ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെ കൂടി ഈ കേസിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുക, അധിക കുറ്റപത്രം എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുന്ന നീക്കത്തിനായിരിക്കാം ഇപ്പോഴുള്ളത് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രതികളെല്ലാവരും തന്നെ വളരെ ആസൂത്രിതമായി നാളുകൾക്ക് മുൻപേ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇവിടുന്ന് ശബരിമലയിൽ നിന്ന് സ്വർണം കടത്താനുള്ള ശ്രമങ്ങളിൽ എല്ലാവരെയും കൂട്ടായ പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കർശന നിർദ്ദേശം വളരെ പെട്ടെന്ന് നടപ്പാക്കുക എന്നതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതിനനുസരിച്ചാണ് SIT ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര നിയമാവലി അനുസരിച്ച് വാഹന മോഡിഫിക്കേഷൻ അനുവദിക്കാനാകുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. അപകടകരമായ ഫിറ്റിംഗും ലൈറ്റും വെക്കുന്നതും അനുവദിക്കില്ല. അമിതമായ ശബ്ദം പുറപ്പെടുവിക്കുന്നതും അനുവദിക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ, അതിൽ പ്രത്യേകിച്ച് അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷൻ അംഗീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ കളർ കോഡിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ അപകടകരമല്ലാത്ത ഫിറ്റിംഗ്സ് വെക്കുന്ന കാര്യത്തിൽ, വാഹനത്തിന്റെ പുറത്തേക്ക് തുറച്ചു നിൽക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പിടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെയുള്ള മോഡിഫിക്കേഷൻസിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. +2 കഴിഞ്ഞ ഉടൻ വിദ്യാർത്ഥികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉറപ്പാക്കാൻ നീക്കം. ഇതിനായി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് +2 വിദ്യാർത്ഥികൾക്ക് ഫ്രീ ലൈസൻസിംഗ് പദ്ധതി കൊണ്ടുവരുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സ്കൂളുകളിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് ആലോചിച്ച് +2 പഠിക്കുമ്പോൾ തന്നെ പ്രീ ലൈസൻസ് ട്രെയിനിങ്, ലൈസൻസ് എടുക്കുന്നതിന് മുമ്പായിട്ടുള്ള എന്താണ് വാഹനമെന്നും അതിൻ്റെ നിയമങ്ങളെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരിക്കുലത്തിൽ തന്നെ നമ്മൾ അതിൽ ഇടപെടുന്നതിനെ കുറിച്ച് ഗതാഗത വകുപ്പ് ചിന്തിക്കുന്നുണ്ട്. അത് വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ആലോചിച്ച് 18 വയസ്സാകുമല്ലോ സാർ +2 കഴിയും. അത് കഴിയുന്ന സമയത്ത് തന്നെ ആ വെക്കേഷനോട് കൂടി നമ്മുടെ +2കാർക്കും +2കാരിക്കും വാഹനം ഓടിക്കാനുള്ള ഒരു ലൈസൻസ് കൊടുക്കാനുള്ള ഒരു ബൃഹത് പദ്ധതി നമ്മൾ ആലോചിക്കുകയാണ്. ദോഹയിൽ വെച്ച് US ഇറാൻ സമാധാന ചർച്ച നടക്കുമെന്ന് ട്രംപിന്റെ വാദം ഇറാൻ തള്ളി. അമേരിക്കയുമായി വരും ദിവസങ്ങളിൽ യാതൊരുവിധ ചർച്ചകളും നിശ്ചയിച്ചിട്ടില്ലെന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗീ പറഞ്ഞു. അതേസമയം US പ്രതിനിധികൾ ഇതിനോടകം ഖത്തറിലേക്ക് യാത്ര തിരിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് മൈനുകൾ നീക്കം ചെയ്യാൻ ഫ്രാൻസിന്റെ യുദ്ധക്കപ്പൽ ചെങ്കടലിലെത്തി. പ്രകോപിപ്പിക്കരുതെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് പ്രാദേശിക ഇന്ധനക്ഷാമം തടയുന്നതിനായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിലവിലുള്ള വിതരണ സാഹചര്യം അവലോകനം ചെയ്തതായും നിയന്ത്രണങ്ങൾ ഇനി ആവശ്യമില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. വ്യാവസായിക, വാണിജ്യ സ്ഥാപന ഉപഭോക്താക്കൾ ചില്ലറ ഇന്ധന സ്റ്റേഷനുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതാണ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നത്. വെനസ്വേലയെ പിടിച്ചുലച്ച ഇരട്ട ഭൂകമ്പത്തിൽ മരണം 1700 പിന്നിട്ടു. ആയിരങ്ങളാണ് പരിക്കേറ്റ് കഴിയുന്നത്. 10,000-കണക്കിന് ആളുകൾക്കായി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തെരച്ചിൽ തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് US ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കുന്നു. ഭൂകമ്പം ഏറ്റവും നാശം വിതച്ച ലാഗ്വേറയിലും കാരക്കാസിലും രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തുന്നുണ്ട്. 58,000-ത്തിലധികം കെട്ടിടങ്ങളാണ് ഭൂകമ്പത്തിൽ നശിച്ചതെന്നാണ് നാസ പുറത്തുവിട്ട പ്രാഥമിക കണക്ക്. 30 മണിക്കൂറിലധികം അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ 18 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും 3 ദിവസത്തിനു ശേഷം 9 മാസം പ്രായമുള്ള മറ്റൊരു കുഞ്ഞിനെയും അമ്മയും ജീവനോടെ രക്ഷപ്പെടുത്തിയിരുന്നു. ഭൂകമ്പത്തിന് ശേഷം 600-ലധികം തുടർചലനങ്ങളാണ് വെനസ്വേലയിൽ ഉണ്ടായിട്ടുള്ളത്. ദുരന്തബാധിതരെ സഹായിക്കാൻ US, മെക്സിക്കോ, ഫ്രാൻസ്, തുർക്കി, ഇസ്രായേൽ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരും മെഡിക്കൽ സംഘങ്ങളും വെനസ്വേലയിൽ എത്തി. അതേസമയം സർക്കാർ പുറത്തുവിടുന്ന മരണസംഖ്യയും കാണാതായവരുടെ കണക്കും സംബന്ധിച്ച് വലിയ അന്തരമുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഭൂകമ്പം മൂലം തകർന്നടിഞ്ഞ പശ്ചാത്തല സൗകര്യങ്ങൾ വെനസ്വേലയിലെ നിലവിലെ രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരതയെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. റോഡരികിലെ നടപ്പാതകൾ കാൽനടയാത്രികർക്ക് ഭയമേതുമില്ലാതെ നടന്നുപോകാൻ നിർമ്മിച്ചതാണ്. സുരക്ഷിതമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതാണ് അവസ്ഥ. ഒരാഴ്ചയ്ക്കുള്ളിൽ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇക്കാര്യത്തിൽ നിർണായകമായ ഇടപെടലുകളാണ് നടത്തിയത്. കേരളത്തിലെ നഗരങ്ങളിലെ അവസ്ഥ പരിശോധിക്കുകയാണ് News 18 പ്രത്യേക ക്യാമ്പയിൻ വഴി നടക്കുന്നത്.
കാൽനട യാത്രക്കാർക്ക് ദുരിതമാകുന്ന വഴികളാണ് കോട്ടയത്തെ പലയിടങ്ങളും. ദുരിതം എന്നതിനപ്പുറം പലയിടത്തും അപകടങ്ങളുടെ വഴിയൊരുക്കുകയാണ് ഫുട്പാത്ത് കയ്യേറ്റം. വർഷങ്ങളായി കയ്യേറി കാൽനട യാത്ര തടസ്സപ്പെടുത്തുന്നവരും ഇക്കൂട്ടത്തിൽ ഉണ്ട്. കോട്ടയം നഗരത്തിലെ കാൽനട യാത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥലം അത് ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗമാണ്. അവിടുത്തെ ഫുട്പാത്തിൽ കൂടി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് KSRTC സ്റ്റാൻഡ് കാണാം. ഈ ഫുട്പാത്ത് ഇങ്ങനെ വന്ന് ഇവിടെ ആകുമ്പോൾ ഫുട്പാത്ത് അവസാനിക്കുകയാണ് ഫലത്തിൽ. ഇതിനപ്പുറം പിന്നെ ഫുട്പാത്ത് ഇല്ല. ഇവിടെ ഈ സ്ഥിരമായൊരു കട ഇരിക്കുന്നു എന്നുള്ളതാണ് ഫലത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ കട കഴിഞ്ഞ് ഉള്ള ഭാഗത്ത് വീണ്ടും ഫുട്പാത്ത് തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ കടയുടെ ഒരു പ്രശ്നം, ഇതൊരു വൺ വേ ആണ്. അതുകൊണ്ട് തന്നെ റോഡ് നിറഞ്ഞാണ് വാഹനങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ ആളുകൾക്ക് റോഡിലേക്ക് കയറി നടന്നു പോകേണ്ടി വരും. KSRTC ബസ്സുകളൊക്കെ രണ്ടെണ്ണമൊക്കെ നിരന്ന് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഒരുപക്ഷെ ആളുകൾക്ക് അപകടം ഉണ്ടാകുന്ന നിലയിലാണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനക്കരയാണ്. ഇവിടേക്ക് എത്തിയാൽ കാഴ്ച മറ്റൊന്നാണ്. അതായത് ഫുട്പാത്ത് ഉണ്ട്, പക്ഷേ ഫുട്പാത്ത് നേരെ വന്ന് ഒരു ഓട്ടോ സ്റ്റാൻഡായി ഫലത്തിൽ ഇത് മാറുകയാണ്. ഈ തിരുനക്കര സെൻട്രൽ ജംഗ്ഷൻ പോലുള്ള സ്ഥലത്തൊക്കെ കാണാൻ സാധിക്കുന്നത് പൂർണ്ണമായല്ലെങ്കിലും ഭാഗികമായി ഫുട്പാത്തുകൾ കയ്യേറിയിരിക്കുന്ന കാഴ്ചയാണത്. പലയിടത്തും പൂർണ്ണമായി തന്നെ കയ്യേറ്റം കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ ആകാശപാതയ്ക്ക് താഴെയാണ്. ഇവിടെ നിന്ന് ശാസ്ത്രി റോഡിലേക്കുള്ള വഴിയാണ് ഇനി പ്രധാനമായിട്ട് എടുത്ത് കാണേണ്ടത്. ഇവിടെ ചില കടകൾ ഫലത്തിൽ ഇങ്ങനെ ആളുകൾക്ക് നടന്നു പോകാനുള്ള വഴി വന്ന് കടകളുടെ ഭാഗം എത്തുന്നതോടെ ആളുകൾക്ക് റോഡിലേക്ക് കയറി നടക്കേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. ഇതാണ് അപകടകരമായ ചില കയ്യേറ്റങ്ങൾ. ഈ കണ്ടതെല്ലാം പകൽ കാഴ്ചകളാണ്. രാത്രി എത്തിയാൽ ഫുട്പാത്ത് അത് കാൽനട യാത്രക്കാർക്ക് പൂർണ്ണമായും ഏതാണ്ട് അന്യമാണ്. തട്ടുകടകൾ ഏതാണ്ട് പൂർണ്ണമായും ഇത്തരം ഫുട്പാത്തുകൾ കീഴടക്കുന്ന കാഴ്ചയാണ് കോട്ടയത്താകെ കാണാനുള്ളത്.
ഈ കണ്ടതെല്ലാം ഒറ്റപ്പെട്ട കാഴ്ചകളാണ്. ഇത് മാത്രമല്ല, ഏതാണ്ട് എല്ലായിടത്തും കയ്യേറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പലയിടത്തും അപകടകരമാണ് സാഹചര്യം എന്നുള്ളതാണ്. ഇത്തരം സ്ഥലങ്ങളിലെങ്കിലും അധികൃതർ നടപടിയെടുക്കേണ്ടത് അനിവാര്യമാണ്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് സ്കൂൾ ബസ് ഇടിച്ച് വയോധികന് ഗുരുതര പരിക്ക്. വഴിയരികിലൂടെ നടന്നു പോവുകയായിരുന്ന വയോധികൻ ബസ് തട്ടി വീഴുകയായിരുന്നു. അത്തിക്കോട് സ്വദേശി ഷെയ്ഖ് അബ്ദുൾ ഖാദറിനാണ് പരിക്കേറ്റത്. കാലിനും തലയ്ക്കുമാണ് പരിക്ക്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ ആദംപടിയിൽ പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം. നിസ്സാര പരിക്കുകളോടെ ഡ്രൈവർ രക്ഷപ്പെട്ടു. ഇയാളെ മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അരീക്കോട് ഭാഗത്തു നിന്ന് മുക്കം ഭാഗത്തേക്ക് പോയ പിക്കപ്പ് ലോറിയാണ് മറിഞ്ഞത്. രാവിലെ 8:15 അപകടം. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. മലപ്പുറത്ത് വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. പൂക്കാട്ടിരി വലിയകുന്ന് റോഡിൽ അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ടെത്തിയ കാറ് എതിരെ വരികയായിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ ദൃശ്യം പുറത്തു. തൃശൂർ ചേലക്കരയിൽ നിയന്ത്രണം വിട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയ അപകടം. 5 പേർക്ക് പരിക്കേറ്റു. ഇറങ്ങി വരുന്നതിനിടെയാണ് മഴ കാരണം ബസിന്റെ നിയന്ത്രണം നഷ്ടമായി കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറുന്നത്. ബസ്സിലുണ്ടായിരുന്ന 3 പേർക്കും ബസ് കാത്തുനിന്ന 2 പേർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ ആദ്യം ചേലക്കര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് തൊഴിൽ നഷ്ടം നേരിടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ അനുവദിച്ച സർക്കാർ. 52 ദിവസത്തെ റേഷൻ വിതരണം ചെയ്യാൻ 30 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മത്സ്യബന്ധന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം. സംസ്ഥാനത്ത് 2 ജില്ലകളിൽ തീവ്രമഴ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും തീവ്രമഴ മുന്നറിയിപ്പാണ്. വിഴിഞ്ഞം തീരത്ത് മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായി. കോസ്റ്റൽ പോലീസ് തെരച്ചിൽ തുടരുന്നു. വേളി, വെട്ടുകാട്, കണ്ണാന്തുറ സ്വദേശികളായ സനു, ബാബു, റോബിൻസൺ എന്നിവരെയാണ് കാണാതായത്. ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിന് പോയതാണ്. ലെബിൻ ബാബുവിൻ്റെ ക്രിസ്തുരാജ് എന്ന ബോട്ടിലാണ് ഇവർ മീൻ പിടിക്കാൻ പോയത്. മത്സ്യബന്ധനത്തിന് ഇറങ്ങാൻ പാടില്ല എന്ന കോസ്റ്റൽ പോലീസിൻ്റെ അറിയിപ്പ് ഉണ്ടായിരുന്നു. ഇത് അവഗണിച്ചാണ് കടലിൽ ഇറങ്ങിയത്. ബംഗളൂരുവിൽ ശക്തമായ തിരയിൽപ്പെട്ട് ബോട്ട് മുങ്ങി. ബോട്ടിലുണ്ടായിരുന്ന 6 മത്സ്യത്തൊഴിലാളികളെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. മംഗളൂരുവിനടുത്തുള്ള സൂറത്കൽ തീരത്ത് നിന്ന് 33 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. അഞ്ചുമാത എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ തിരമാലകളിൽപ്പെട്ട് ബോട്ട് മറിയുകയും വെള്ളം കയറി മുങ്ങുകയുമായിരുന്നു. ഇരുട്ടും കടൽക്ഷോഭവും ശക്തമായ കാറ്റും രക്ഷാപ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കി. കടലിൽ ഇറങ്ങാൻ പറ്റാത്തതിനാൽ റിമോട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലൈഫ് ബോട്ടുകൾ അയച്ച് തകർന്ന ബോട്ടിൽ കിടക്കുന്ന മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും കപ്പലിനടുത്തെത്തിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ വരെ രക്ഷാപ്രവർത്തനം നീണ്ടു. അപകടത്തിൽപ്പെട്ടവരെ യാതൊരു പരിക്കുകളും ഇല്ലാതെ രക്ഷപ്പെടുത്തി കപ്പലിലേക്ക് കയറ്റി. പിന്നീട് മംഗളൂരു തീരത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി. പനി ബാധിച്ച് ചികിത്സ തേടിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. തിരുവനന്തപുരം പേരില സ്വദേശി അനന്തുവാണ് മരിച്ചത്. വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. നെടുമങ്ങാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പനി ബാധിച്ചതിനെ തുടർന്ന് അനന്തു ഇന്നലെ ചുള്ളിമാനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തെങ്കാശി കുറ്റാലം ഐന്തരുവിയിൽ വിനോദസഞ്ചാരികൾ കുളിക്കുന്നതിനിടെ മലമുകളിൽ നിന്ന് പാമ്പ് വീണു. സ്ത്രീകൾ കുളിക്കുന്ന ഭാഗത്താണ് പാമ്പ് വീണത്. വെള്ളത്തോടൊപ്പം പാമ്പ് മുകളിൽ നിന്ന് പതിക്കുന്നത് കണ്ടതോടെ വിനോദസഞ്ചാരികൾ ഭയന്നോടുകയും പ്രദേശത്ത് വലിയ രീതിയിൽ പരിഭ്രാന്തി പരക്കുകയും ചെയ്തു. സ്ഥലത്തുണ്ടായിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പാമ്പിനെ പിടികൂടി വനത്തിനുള്ളിൽ തുടങ്ങി.
കരിമണൽ ഖനനത്തിൽ സ്വകാര്യവൽക്കരണ ആരോപണം തള്ളി പി രാജീവ്. ഖനനത്തിനല്ല സ്വകാര്യ കമ്പനിക്ക് വർക്ക് ഓർഡർ നൽകിയത്, പകരം KMML സംസ്കരിച്ച മണ്ണിൽ നിന്ന് മോണോ സൈറ്റ് വേർതിരിക്കാനാണ്. 21 മാസത്തേക്കാണ് അനുമതി നൽകിയത്. തോട്ടപ്പള്ളിയിലെ ഖനനവും അന്വേഷിക്കട്ടെ എന്നും പി രാജീവ്. ഇന്നത്തെ വാർത്തയുടെ ഒരു അപ്ഡേഷനാണ്. വിഴിഞ്ഞത്തെ കടലിൽ കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതരായി കണ്ടെത്തി. മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റ് ഗാർഡ്, മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ സംയുക്ത തെരച്ചിലാണ് ഇവരെ രക്ഷിക്കാനായത്. വെട്ടുകാട് സ്വദേശികളായ സനു, റോബിൻസൺ, ബാബു എന്നിവരെയാണ് കാണാതായിരുന്നത്. ജൂൺ 28-ന് മത്സ്യബന്ധനത്തിന് പോയ ഇവർ ഇന്നലെയായിരുന്നു തിരിച്ചെത്തേണ്ടിയിരുന്നത്. യാതൊരു വിവരവും ഇല്ലാതായതോടെ കോസ്റ്റൽ പോലീസിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് തെരച്ചിൽ ആരംഭിച്ചത്. കടലിന്റെ ഒഴുക്ക് തെക്കൻ ദിശയിലായതിനാൽ തമിഴ്നാട്ടിലെ കുളച്ചൽ, കന്യാകുമാരി, തേങ്ങാപ്പട്ടണം മേഖലകളിലേക്കും വിവരം കൈമാറിയിരുന്നു. കണ്ടെത്തിയ 3 മത്സ്യത്തൊഴിലാളികളെ ഉച്ചയോടെ തീരത്ത് എത്തിക്കും. തിരുവനന്തപുരം ആര്യനാട് ബിവറേജസിൽ വീണ്ടും മോഷണം. CCTV ക്യാമറകളിൽ സ്പ്രേ പെയിന്റ് അടിച്ച് പൂട്ട് പൊളിച്ചായിരുന്നു കവർച്ച. നിരവധി മദ്യക്കുപ്പികൾ നഷ്ടമായി. 3ാം തവണയാണ് ഇവിടെ മോഷണം നടക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു കവർച്ച. ഒരാൾ മുഖത്ത് മാസ്കും റെയിൻകോട്ടും ധരിച്ചായിരുന്നു മോഷണം നടത്തിയത്. ലോക്കൽ പ്രീമിയം കൗണ്ടറുകളിലെ മേശകളും ഡ്രോയറുകളും തുറന്ന് സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലാണ് കണ്ടെത്തിയത്. പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം. ബിവറേജസ് മാനേജർ നൽകിയ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അതേസമയം കഴിഞ്ഞ 2 മോഷണങ്ങളിലും പ്രതിയെ പിടികൂടാനായിട്ടില്ല. തിരുവനന്തപുരം പൂവച്ചൽ കുറവൻകോണത്ത് കാണിക്കവഞ്ചി തകർത്ത് കവർച്ച. കുറവൻകോണം പാറമുകൾ CSI പള്ളിയിലെ കാണിക്കവഞ്ചിയാണ് തകർത്തത്. പണം എത്ര നഷ്ടമായെന്ന് വ്യക്തമല്ല. രാവിലെ സ്കൂൾ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥിയാണ് കാണിക്കവഞ്ചി തുറന്നു കിടക്കുന്നത് കണ്ട് നാട്ടുകാരെ അറിയിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കൂടപ്പുഴ തടയണിയിൽ നിന്ന് ഒഴുക്കിൽപ്പെട്ടയാളെ രക്ഷിച്ചു. ചാലക്കുടി ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൂടപ്പുഴ ഭാഗത്ത് നിന്ന് മേലൂർ ഭാഗത്തേക്ക് തടയണിയിലൂടെ നടന്നുപോയ 58-കാരൻ ഗിരിജൻ V ആണ് അപകടത്തിൽപ്പെട്ടത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ കൂടപ്പുഴ അമ്പലത്തിലെ പൂജാരി പ്രദീപ് ശർമ്മയാണ് ഫയർഫോഴ്സിന് വിവരം അറിയിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യവുമായി ലഹരി വിരുദ്ധ ഹ്രസ്വചിത്രം MLA-മാർക്കായി നിയമസഭയിൽ പ്രദർശിപ്പിച്ചു. ഫൈസൽ ഹുസൈനാണ് ചിത്രത്തിന്റെ കഥയും സംവിധാനവും. ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ നേരത്തെ കോഴിക്കോട് നടന്നിരുന്നു. ലോകകപ്പ് ആവേശം. യൂറോപ്യൻ ഭീമന്മാരായ നെതർലൻഡ്സിന്റെ പെനൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്ന് മൊറോക്കോ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. നിശ്ചിത സമയവും അധിക സമയവും 1-1 സമനിലയിൽ പിരിഞ്ഞതോടെയാണ് പെനൽറ്റി ഷൂട്ടൌട്ട് വേണ്ടിവന്നത്. നെതർലൻഡ്സ് 3 അവസരങ്ങൾ പാഴാക്കിയപ്പോൾ മൊറോക്കോ 3 എണ്ണം ഗോളാക്കി മാറ്റി. 72-ാം മിനിറ്റിൽ കോഡി കാക്പോയിലൂടെ നെതർലൻഡ്സ് ആണ് ആദ്യം സ്കോർ ചെയ്യുന്നത്. കളിയുടെ ഇഞ്ചുറി ടൈമിൽ ഇസാ ദിയൂപ്പിലൂടെ ആണ് മൊറോക്കോ സമനില പിടിക്കുന്നത്. ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ കാണാതെ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി പുറത്ത്. നിശ്ചിത സമയത്തും അധിക സമയത്തും 1-1 സമനില തുടർന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് പാരഗ്വായ് ജയിച്ചു കയറിയത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 പാരഗ്വായുടെ ജയം. ഷൂട്ടൌട്ടിൽ 2 ഷോട്ടുകൾ സേവ് ചെയ്ത പാരഗ്വായ് ഗോൾ കീപ്പർ ഒർലാൻഡോ ഗില്ലാണ് കളിയിലെ താരം. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ പാരഗ്വായ് ലീഡെടുത്തപ്പോൾ 2ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ജർമ്മനി സമനില പിടിച്ചു. പാരഗ്വായ്ക്ക് വേണ്ടി 42-ാം മിനിറ്റിൽ മതിയാസ് ഗളർസയുടെ അസിസ്റ്റിൽ ജൂലിയോ എൻസിസോയാണ് ഗോൾ നേടിയത്. എക്സ്ട്രാ ടൈമിലും സമനില പാലിച്ചതോടെയാണ് മത്സരം പെനൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോയത്. എക്സ്ട്രാ ടൈമിൽ ജൊനാഥൻ തായുടെ ഹെഡറിൽ പന്ത് വലയിൽ എത്തിയെങ്കിലും ഗോൾ കീപ്പറെ ഫൗൾ ചെയ്തുവെന്ന VAR തീരുമാനം ജർമ്മനിക്ക് തിരിച്ചടിയായി മാറി. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസ് സ്വീഡൻ പോരാട്ടത്തിലെ വിജയികളാണ് പാരഗ്വേയുടെ എതിരാളികൾ. ലോകകപ്പിലെ റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ജപ്പാനെ വീഴ്ത്തി ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ. 1-2 ഗോളുകൾക്കാണ് ബ്രസീലിന്റെ ജയം. ഇഞ്ചുറി ടൈമിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലിയാണ്
കാനറികൾക്കായി വിജയ ഗോൾ നേടിയത്. ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷമാണ് ബ്രസീൽ 2 ഗോൾ അടിച്ചത്. 29-ാം മിനിറ്റിൽ കൈഷൂസാനോ ജപ്പാന് വേണ്ടി വലകുലുക്കി. 86-ാം മിനിറ്റിൽ കാസമിറോയുടെ ഹെഡർ ബ്രസീലിന് സമനില സമ്മാനിച്ചു. ആദ്യ പകുതിയിൽ ബ്രസീലിനെ ഞെട്ടിച്ച ജപ്പാന് രണ്ടാം പകുതിയിൽ മികവ് തുടരാനായില്ല. എൻട്രിക്കിനെ കളത്തിലേക്ക് കൊണ്ടുവന്നതോടെ ബ്രസീലിന്റെ കളി മാറി. നിശ്ചിത സമയം 1-1 സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് ബ്രൂണോ ഗ്യൂമെറസിന്റെ പാസിൽ നിന്ന് മാർട്ടിനെല്ലി വിജയ ഗോൾ നേടുന്നത്. പമ്പന്മാരായ ജർമ്മനിക്കും നെതർലൻഡ്സിനും അടിതെറ്റിയതിന്റെ ആഘാതം നിലനിൽക്കെ നോക്കൌട്ട് പോരാട്ടത്തിൽ ഫ്രാൻസ് രാത്രി സ്വീഡനെ നേരിടും. 2:30 മത്സരം. മെക്സിക്കോയും ഇക്വഡോറും രാവിലെ 6:30 മുഖാമുഖമെത്തും. ഫ്രാൻസും സ്വീഡനും ഇത് 9ാം തവണയാണ് കൊമ്പുകോർക്കാൻ ഇറങ്ങുന്നത്. ഇതുവരെ നടന്ന പോരാട്ടങ്ങളിൽ ഫ്രാൻസിനായിരുന്നു മേൽക്കൈ. 5 തവണ ഫ്രാൻസ് വിജയം നേടിയപ്പോൾ 2 തവണ മാത്രമാണ് സ്വീഡന് വിജയത്തിന്റെ മധുരം നുണയാനായത്. ഒരു മത്സരം സമനിലയിലും കലാശിച്ചു. കിലിയൻ എംബാപ്പെ നയിക്കുന്ന ലോകോത്തര മുന്നേറ്റ നിരയാണ് ഫ്രാൻസിന്റെ ഏറ്റവും വലിയ കരുത്ത്. ഏത് പ്രതിരോധ പൂട്ടും തകർക്കാൻ ശേഷിയുള്ള വേഗതയുണ്ട് അവർക്ക്. മധ്യനിരയിലെ അനുഭവ സമ്പത്തും അതിവേഗ കൗണ്ടർ അറ്റാക്കുകൾക്ക് ഫ്രാൻസിന് തുണയാകും. ശാരീരിക ക്ഷമതയും ഒത്തിണക്കവുമുള്ള കൗണ്ടർ പ്രസിംഗ് ശൈലിയാണ് സ്വീഡന്റെ കരുത്ത്. സെറ്റ് പീസുകളിൽ നിന്ന് ഗോൾ കണ്ടെത്താനുള്ള അവരുടെ മികവാണ് ഫ്രാൻസിന് ഭീഷണിയായത്. മെക്സിക്കോയും ഇക്വഡോറും തമ്മിലുള്ള പോരാട്ട കണക്കുകളിൽ മെക്സിക്കോയ്ക്കാണ് മേൽക്കൈ. ഇരു ടീമുകളും നേർക്കുനേർ വന്നപ്പോൾ 4 മത്സരങ്ങളിൽ മെക്സിക്കോ ജയിച്ചു. 2 തവണ ഇക്വഡോർ വിജയം കണ്ടപ്പോൾ 4 മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒറ്റ ഗോൾ പോലും വഴങ്ങാതെ 3 വിജയങ്ങളുമായി അപരാജിത കുതിപ്പ് നടത്തി മെക്സിക്കോ. ജാവിയർ അഗ്വറയുടെ തന്ത്രങ്ങളാണ് അവരുടെ കരുത്ത്. മെക്സിക്കോ സിറ്റിയിലെ അസ്റ്റക സ്റ്റേഡിയത്തിലെ 80,000-ത്തിലധികം വരുന്ന ആരാധകരുടെ ആർപ്പുവിളി അധിക ഊർജ്ജമാകും. ഗ്രൂപ്പ് ഘട്ടത്തിൽ കരുത്തരായ ജർമ്മനിയെ അട്ടിമറിച്ചെത്തുന്ന ഇക്വഡോർ പ്രതീക്ഷയിലാണ്. വിങ്ങുകളിലൂടെയുള്ള അതിവേഗ മുന്നേറ്റങ്ങളാണ് കരുത്ത്. ചെറിയ പിഴവുകൾക്ക് പോലും ലോകകപ്പിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തുറക്കുന്ന നോക്കൌട്ട് ഘട്ടമാണിത്. കനത്ത പോരാട്ടങ്ങൾക്കൊടുവിൽ ആരൊക്കെ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുമെന്ന് കാത്തിരുന്ന് കാണാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോകകപ്പിലെ ഇന്നത്തെ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ഐവറി കോസ്റ്റ് കരുത്തരായ നോർവേയെ നേരിടും. ചരിത്രത്തിൽ ആദ്യമായാണ് ഇരു രാജ്യങ്ങളും ഒരു രാജ്യാന്തര മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നോർവേ ലോകകപ്പ് നോക്കൌട്ടിൽ കളിക്കുന്നതെങ്കിൽ ആദ്യമായാണ് ഐവറി കോസ്റ്റ് നോക്കൌട്ട് കളിക്കുന്നത്. രാത്രി 10:30 അർലിംഗ്ടണിലാണ് മത്സരം. ലോകകപ്പ് ട്രോഫി ആരാധകർക്കായി പ്രദർശിപ്പിച്ച് ഫിഫ. അപൂർവമായി മാത്രം പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്ന ട്രോഫി കാണാൻ നൂറുകണക്കിന് ആളുകളാണ് മയാമിയിലെ ഫ്രീഡം ടവറിന് പുറത്ത് കാത്തുനിന്നത്. പൊരിഞ്ഞ ചൂടാണ് മയാമിയിൽ. എന്നാൽ യഥാർത്ഥ ലോകകപ്പ് ട്രോഫി തൊട്ടരികിൽ കാണാനുള്ള സാഹചര്യമൊത്തപ്പോൾ വെയിലിന്റെ കാഠിന്യമൊന്നും ആരാധകർക്ക് വിഷയമേ അല്ല. ഇറ്റാലിയൻ കലാകാരൻ സിൽവിയോ ഗസാനിക രൂപകൽപ്പന ചെയ്ത 18 ക്യാരറ്റ് സ്വർണ്ണ ട്രോഫി മയാമിയിലെ ഫ്രീഡം ടവറിന് സമീപമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 18 ക്യാരറ്റ് സ്വർണം കൊണ്ട് നിർമ്മിച്ച 6.175 കിലോഗ്രാം തൂക്കമുള്ള കപ്പിൽ 4.93 കിലോയും സ്വർണമാണ്. 2022 ലോകകപ്പിൽ ട്രോഫിയുടെ മൂല്യം 2.62 കോടി രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോഴത് 6.75 കോടി രൂപയായി. ആഗോള ഫുട്ബോളിനോടുള്ള ജനപ്രീതിയുടെ പ്രതീകമായി ഭൂഗോളത്തെ കൈകളിലേന്തിയ 2 മനുഷ്യരൂപങ്ങളാണ് ട്രോഫിയിലുള്ളത്. 1970-ൽ ഫിഫ നടത്തിയ അന്താരാഷ്ട്ര ഡിസൈൻ മത്സരത്തിനൊടുവിലാണ് ഇറ്റാലിയൻ ശില്പിയായ സിൽവിയോ ഗസാനിക ഈ ലോകകപ്പ് ട്രോഫി രൂപകൽപ്പന ചെയ്തത്. 1970-ൽ 3ാം തവണയും ലോകകിരീടം ചൂടിയ ബ്രസീലിന് പഴയ യൂൾറിമേ ട്രോഫി സ്ഥിരമായി നൽകിയതിനെ തുടർന്നാണ് പുതിയ ട്രോഫി ഫിഫ അവതരിപ്പിച്ചത്. ലോകകപ്പ് ജേതാക്കൾക്ക് പോലും ഒറിജിനൽ ട്രോഫി സ്വന്തമായി ലഭിക്കുന്നത് ഫൈനലിന് ശേഷമുള്ള കുറച്ചു സമയം മാത്രമാണ്. ആഘോഷങ്ങൾക്ക് ശേഷം യഥാർത്ഥ ട്രോഫി ഫിഫ തിരികെ വാങ്ങും. അങ്ങനെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്നതാണ് ഈ കനകകാന്തി. But being played in home soil, and I am not far. I drove 2.5 hours from Myers all the way here, and it was really worth it. മയാമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും കേപ്പ് വെർദെയും തമ്മിലുള്ള നോക്കൌട്ട് മത്സരം നടക്കാനിരിക്കെയാണ് പ്രദർശനം നടക്കുന്നത്. 2006-ലെ ലോകകപ്പ് ജേതാവ് മാർക്കോ മറ്റരാസി പ്രദർശനവേദിയിൽ സജീവമായിരുന്നു. കേപ്പ് വെർദെയുടെ അവിചാരിത കുതിപ്പിനെ മറ്റരാസി പ്രശംസിച്ചു. The next game, Capo Verde, I think is the biggest surprise at the moment. But you never know, no? Because I saw the game, they play very well. And then now they have to play against the world champion. So we will see. We are here in Miami and looking forward to watch the game. ഈ ഫിഫ ട്രോഫി എന്നെങ്കിലും ലേലത്തിൽ വെക്കുകയാണെങ്കിൽ
190.5 കോടി രൂപയ്ക്ക് മുകളിൽ ഇതിന് മൂല്യമുണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. അമേരിക്ക മുഴുവൻ ലോകകപ്പ് ആവേശത്തിൽ നിൽക്കുമ്പോൾ അറ്റ്ലാന്റയിലെ ഒരു ബേക്കറിയിൽ നിർമ്മിക്കുന്ന ഫുട്ബോൾ ടീമിലുള്ള കേക്കിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി. നഗരത്തിലെത്തുന്ന ആരാധകർ ജന്മദിനം പോലുള്ള ആഘോഷങ്ങൾക്കായി ഈ കേക്ക് അന്വേഷിച്ചെത്തുന്നു. തുടങ്ങിയിട്ട് 4 വർഷമായെങ്കിലും ഫുട്ബോൾ കേക്ക് അവതരിപ്പിച്ചതോടെയാണ് സിൻഡ്രല്ല കേക്ക്സ് എന്ന സ്ഥാപനം ശ്രദ്ധ നേടിയത്. അറ്റ്ലാന്റ നഗരത്തിൽ നിന്ന് ഏകദേശം 25 മിനിറ്റ് ദൂരെയാണ് സിൻഡ്രല്ല കേക്സ് എന്ന ബേക്കറി. ലോകകപ്പ് തീമിലുള്ള മനോഹരമായ കേക്കുകൾ നിർമ്മിച്ച് ഫുട്ബോൾ ആരാധകരുടെ ഇഷ്ടം നേടുകയാണ് ഉടമ സിൻഡി ഡാങ്വേ. ലോകകപ്പ് ആവേശം പടർന്നതോടെ ഫുട്ബോൾ കേക്കുകൾക്കുള്ള ഡിമാൻഡ് കുത്തനെ വർദ്ധിച്ചു എന്നാണ് സിൻഡി പറയുന്നത്. Every kid who has a birthday coming up who likes soccer is not getting a soccer related theme. I just made one for my son this past weekend. He turned 13. But yeah, everybody's interested in cupcakes or the cake itself. Everybody takes pictures with your cake, so the cake stands out. The cake is the showstopper. And normally with customized cakes, we try to match the theme, the colors, the theme, the flavors. Everything is customized to exactly what the person wants on their special day. ലോകകപ്പിന്റെ ആവേശം സ്റ്റേഡിയങ്ങളിലും ഫാൻ പാർക്കുകളിലും മാത്രമല്ല, ജന്മദിനം പോലെയുള്ള ആഘോഷങ്ങളിലുമുണ്ട്. ഫുട്ബോൾ തീം കേക്ക് ആവശ്യപ്പെട്ട് ധാരാളം യുവ ഉപഭോക്താക്കളാണ് എത്തുന്നത്. ഡാങ്വയെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പ് ഒരു ബിസിനസ് മാത്രമല്ല, മറ്റ് ഫുട്ബോൾ ആരാധകരെ പോലെ മത്സരങ്ങൾ കാണാനും ഫാൻ പാർക്കുകളിൽ ആഘോഷിക്കാനും വലിയ താല്പര്യമാണ്. It's been amazing. It's incredible. You have to take part of it. Like I was saying, this Saturday we're going to the Fan Festival in Atlanta. We're excited because Ghana's playing Croatia, but we watch it wherever you are. You try to make it home to watch it. So yeah, it's been exciting. This is only going to happen maybe a couple more times in our lifetime. So we're definitely enjoying every second of it. ടൂർണമെന്റിലെ 48 രാജ്യങ്ങളുടെയും പതാകയൊക്കെ പതിപ്പിച്ചാണ് കേക്ക്. ഉപയോഗിക്കുന്ന മുഴുവൻ ഭക്ഷ്യയോഗ്യമായ വസ്തുക്കളായതിനാൽ ഒന്നും കളയാനില്ല. കാണാനും കൊള്ളാം, ഫുട്ബോൾ ആവേശവുമുണ്ട്. പിന്നെ എങ്ങനെ ഡിമാൻഡ് ഉണ്ടാവാതിരിക്കും? വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. സ്വർണ്ണം വെള്ളി നിരക്ക്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.